തിരുവനന്തപുരം കോർപ്പറേഷനകത്തെ കോൺഗ്രസിന്റെ അവസ്ഥ ഏറെ ദയനീയമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം നഗരസഭ ഭരിച്ചിരുന്ന പാർട്ടിയിൽ നിന്ന് 3-ാം സ്ഥാനത്തേക്ക് എങ്ങനെ കോൺഗ്രസ് തള്ളപ്പെട്ടു എന്ന് കോൺഗ്രസ് തന്നെ ഒന്ന് പുനഃപരിശോധിക്കേണ്ട സമയമാണ്. കോൺഗ്രസിന്റെ പല അണികളും കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പലായനം ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ശബരിനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ്. പ്രാവശ്യം എന്ത് കാണിച്ചിട്ടാണെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ അട്ടിമറിക്കുമെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്നൊക്കെയുള്ള ഒരു വലിയ വാശിയിലാണ് BJP ഉള്ളത്. നമസ്കാരം. ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകണം. ഇപ്പം പ്രത്യേകിച്ച് കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റികൾക്കാണ്. ഇപ്പോൾ അതിൽ വരുന്നൊരു കാര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ത് വില കൊടുത്തും പിടിച്ച് കീഴടക്കും എന്നുള്ളൊരു വാശിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്തിറങ്ങുന്നത്. എങ്ങനെയാണ് ഈ ഒരു വിഷയം കാണുന്നത്? കോൺഗ്രസ് പിടിച്ച് കീഴടക്കുമോ അതോ പതിവ് പോലെ തോൽക്കുമോ? കോൺഗ്രസിന്റെ ആത്മവിശ്വാസം നല്ലത് തന്നെയാണ്. കോൺഗ്രസിന് അങ്ങനെ ഒരു ആത്മവിശ്വാസം വന്ന വഴി ഏത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനകത്തെ കോൺഗ്രസിന്റെ അവസ്ഥ ഏറെ ദയനീയമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഇതിനെങ്ങനെ അതിജീവിച്ച് മുൻപോട്ട് വരും? ഇന്നിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 3-ാം സ്ഥാനത്താണ് കോൺഗ്രസ് ഉള്ളത്. അപ്പോൾ കോൺഗ്രസ് ഇതിനു മുമ്പ് തിരുവനന്തപുരം നഗരസഭ ഭരിച്ചിട്ടുള്ള പാർട്ടിയാണ്. പക്ഷെ തിരുവനന്തപുരം നഗരസഭ ഭരിച്ചിരുന്ന പാർട്ടിയിൽ നിന്ന് 3-ാം സ്ഥാനത്തേക്ക് എങ്ങനെ കോൺഗ്രസ് തള്ളപ്പെട്ടു എന്ന് കോൺഗ്രസ് തന്നെ ഒന്ന് പുനഃപരിശോധിക്കേണ്ട സമയമാണ്. കോൺഗ്രസിന്റെ പല അണികളും കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പലായനം ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഇതിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇപ്രാവശ്യം ശക്തമായ രീതിയിലാണ് അവിടെ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ K. മുരളീധരനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ചുമതലകൾ ഏകോപിപ്പിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ്. കാരണം അരുവിക്കരയിൽ നിന്നുള്ള മുൻ MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് K. ശബരിനാഥൻ കവടിയാർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇത്തവണ കോർപ്പറേഷനിൽ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കത്തക്ക രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം വിജയം കാണും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അണികളില്ലാത്ത കോൺഗ്രസ്, അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ്, എനിക്ക് DCC പ്രസിഡന്റ് സ്ഥാനം വേണ്ട, എനിക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ജില്ലയിലുള്ള ഒരു കോർപ്പറേഷനാണത്. അത് എൻ ശക്തന ഇപ്പോൾ താൽക്കാലിക പ്രസിഡന്റായിട്ട് DCC പ്രസിഡന്റായിട്ട് അവിടെ നിയമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ മറ്റൊരു പ്രസിഡന്റിനെ ഉടൻ തന്നെ നിയമിക്കൂ, എനിക്ക് DCC വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നാൽ മതി എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പണിയെടുക്കാൻ സമയമില്ല, എനിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ജയിച്ചാലും തോറ്റാലും ഒരു സീറ്റ് കിട്ടിയാൽ മതി. ഇതാണ് എൻ ശക്തൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതേ രീതിയിലൊക്കെയാണ് കോൺഗ്രസിന്റെ അവസ്ഥ അവിടെ നിൽക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. മറുസൈഡിൽ എന്താണ്? മറുസൈഡിൽ VV രാജേഷിന്റെ നേതൃത്വം, BJP-യുടെ കാര്യമാണ് പറയുന്നത്. VV രാജേഷിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ R. ശ്രീലേഖ IPS-ന്റെ ഒക്കെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ R. ശ്രീലേഖ IPS ആണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-ക്ക് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് എത്തുന്നത് എങ്കിൽ പിന്നെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും, കോൺഗ്രസ് ഉറപ്പായി രണ്ടാമതെത്തും. ഇപ്പോൾ BJP വളരെ വലിയൊരു വിജയപ്രതീക്ഷയോട് കൂടിയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. ഇപ്രാവശ്യം എന്ത് കാണിച്ചിട്ടാണെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ അട്ടിമറിക്കുമെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്നൊക്കെയുള്ള ഒരു വലിയ വാശിയിലാണ് BJP ഉള്ളത്. പക്ഷേ ഈ R. ശ്രീലേഖയെ പോലുള്ള ആളുകളെ കൊണ്ട് ഇടുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതേസമയം VV രാജേഷ് നേതൃത്വം കൊടുക്കുന്ന ഒരു പാനലാണ് തിരുവനന്തപുരം നഗരസഭയിൽ BJP-ക്ക് വേണ്ടി മത്സരിക്കുകയെങ്കിൽ എന്ത് ശക്തമായൊരു മത്സരം തിരുവനന്തപുരം നഗരസഭയ്ക്കകത്തുണ്ടാവും. മറിച്ച് R. ശ്രീലേഖ IPS ഒക്കെ ആണ് BJP-ക്ക് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ എന്താ അവസ്ഥ ഏറെ പരിതാപകരമായിരിക്കും എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യമൊക്കെ ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ബാംഗ്ലൂർ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ഏത് രീതിയിൽ ശക്തി പ്രാപിക്കും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. അതേസമയം CPM-നെ സംബന്ധിച്ചിട്ട് ശക്തമായ ഒരുക്കങ്ങളാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ച് ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന ഒരുപാട് പദ്ധതികൾ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് റോഡുകളുടെ എല്ലാം നിലവാരം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കുടിവെള്ള പദ്ധതികൾ നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ആര്യ രാജേന്ദ്രനെ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളൊക്കെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ മേയർക്ക് സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയും അതിന്റെ പരിസര പ്രദേശങ്ങളിലൂടെയൊക്കെ നമ്മളൊരു ചുറ്റിസഞ്ചാരം നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം കഴിഞ്ഞ കുറേ മാസങ്ങളിലൊക്കെ എന്താണെന്ന് വെച്ചാൽ എല്ലാ റോഡുകളും ഇങ്ങനെ വെട്ടിപ്പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇതിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഏതാനും ചില അഴിമതികളുടെ കാര്യങ്ങളൊക്കെ ചില പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇല്ലാത്ത അംഗനവാടിയുടെ ഉദ്ഘാടനം നടത്തിയതും ഇല്ലാത്ത നീന്തൽക്കുളത്തിന്റെ ഉദ്ഘാടനം നടത്തിയെന്നൊക്കെയുള്ള രീതിയിലുള്ള ചില വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം മേയർക്ക് തന്നെയാണ്. പക്ഷേ ഈ ആര്യ രാജേന്ദ്രൻ അടുത്ത തവണ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കില്ല എന്നുള്ളതാണ് നമുക്ക്
അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പകരം ആ സ്ഥാനത്തേക്ക് ചിറയൻകീഴിന്റെ മുൻ MP ആയിട്ടുള്ള സമ്പത്തായിരിക്കും CPM വേണ്ടിയിട്ട് അവിടെ പട നയിക്കുക. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് CPM ഒരു അഭിമാന മണ്ഡലം കൂടിയാണ്. CPM മുൻതൂക്കം ഉണ്ടാവാനുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPയും CPM-ഉമായിട്ടാണ് അവിടുത്തെ പ്രധാന മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത്. കോൺഗ്രസ് ഏത് രീതിയിലേക്ക് കയറി വരും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അടിത്തട്ടിൽ നിന്നും ചോർന്ന് BJPയിലേക്ക് പോയിട്ടുള്ള വോട്ടുകൾ ഏത് രീതിയിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കോൺഗ്രസിന് സാധിക്കും എന്ന് നമ്മൾ പരിശോധിക്കണം. ഒരുപക്ഷെ കോൺഗ്രസ് പൊതുസമ്മതരായിട്ടുള്ള സ്ഥാനാർത്ഥികളൊക്കെ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് നടത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് അങ്ങനെ പൊതുസമ്മതരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി പോകുന്ന സാഹചര്യത്തിൽ ആ വാർഡിൽ അല്ലെങ്കിൽ ആ ഡിവിഷനിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആള് റിബലായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. ഇതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അപ്പൊ കോൺഗ്രസ് അവിടെ ഒരു പരാജയമായി മാറാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അവിടെ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക? അവിടെ BJP അധികാരത്തിൽ വരരുത് അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥി വിജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പൂർണ്ണമായിട്ടും ആർക്ക് വോട്ട് ചെയ്യും? CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതല്ല എങ്കിൽ കോൺഗ്രസ് തങ്ങൾ ജയിക്കും എന്ന് കാണിക്കേണ്ട അല്ലെങ്കിൽ പൊതുജനത്തെ ബോധവൽക്കരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി കോൺഗ്രസിനുണ്ട്. ഈ BJP കേരളത്തിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയാലും ആ സ്ഥാനാർത്ഥി വിജയിക്കില്ല എന്ന് തോന്നുന്ന സമയത്താണ് ചില സാഹചര്യങ്ങളിലൊക്കെ BJPയുടെ വോട്ട് കോൺഗ്രസിനും CPM-നും ഒക്കെ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു പോകുന്നത്. ആ സമാനമായ ഒരു സാഹചര്യമാണ് കോൺഗ്രസ് പാർട്ടിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഡിവിഷനുകൾക്കകത്തുമുള്ളത്. അപ്പോൾ തങ്ങളുടെ സ്ഥാനാർത്ഥി വിജയസാധ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ വോട്ട് അവർ കൃത്യമായിട്ട് ആർക്ക് ചെയ്യും? അതായത് CPM-ന്റെ കാൻഡിഡേറ്റിന് ജയിക്കും. അങ്ങനെയാണ് CPM കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഒരുപാട് ക്രോസ് വോട്ടുകൾ നടന്നിട്ടുണ്ട്. പല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായിട്ടുള്ള വലിയ പാകപ്പിഴകളുണ്ട്. ആ പാകപ്പിഴകളൊക്കെ പരിഹരിച്ച് മുൻപോട്ട് പോകാനായിട്ട് കോൺഗ്രസിന് സാധിച്ചാൽ മാത്രമേ അടുത്ത പ്രാവശ്യം കോൺഗ്രസിന് മത്സരം കാഴ്ചവെക്കാനെങ്കിലും സാധിക്കൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്രാവശ്യം 10 സീറ്റിൽ താഴെയാണ് കോൺഗ്രസിനുള്ളത്. സീറ്റ് വർദ്ധിപ്പിച്ചേ പറ്റൂ അവർക്ക്. സീറ്റ് വർദ്ധിപ്പിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ അത് കോൺഗ്രസിനെ ബാധിക്കും. ഇപ്പം ശബരിനാഥനെ കവടിയാർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നു. ശബരിനാഥൻ വിജയിച്ചാലും തോറ്റാലും ഇപ്പൊ ഭരണം കിട്ടിയാൽ ശബരിനാഥന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായിട്ടിരിക്കാം. അത് അല്ലാത്ത പക്ഷം ശബരിനാഥനെ സംബന്ധിച്ചിട്ട് തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി പറ്റും. കാരണം കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാണ്. ഈ കവടിയാർ ഡിവിഷനിലുള്ള ഒരുപാട് കുടുംബങ്ങളിൽ കൂടെയൊക്കെ കയറി ചെല്ലുന്നു. ശബരിനാഥന് വാർത്താ മാധ്യമങ്ങളിലൊക്കെ കൂടുതൽ പ്രാധാന്യം കിട്ടുന്നു. G. കാർത്തികേയന്റെ മകൻ എന്നുള്ള ഒരു ബെനിഫിറ്റ് അദ്ദേഹത്തിന് കിട്ടുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേരുന്ന സമയത്ത് തിരുവനന്തപുരം നിയമസഭയിലേക്കുള്ള ഒരു നല്ല സ്ഥാനാർത്ഥിയായിട്ട് ശബരിനാഥനെ ഒരുക്കിയെടുക്കുന്നതിനുള്ള ഒരു വേദിയായിരിക്കും കവടിയാർ ഡിവിഷൻ എന്ന് പറയുന്നത്. കവടിയാർ ഡിവിഷനിൽ ശബരിനാഥൻ മത്സരിച്ചാൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ശബരിനാഥൻ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ശബരിനാഥന്റെ രാഷ്ട്രീയ ഭാവി അതോടുകൂടി അവിടെ അവസാനിച്ചു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അതുകൂടാതെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ ശബരിനാഥനെതിരെ ചില ആക്ഷേപങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ശബരിനാഥന്റെ വൈഫാണ് ദിവ്യ S. അയ്യർ IAS. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് അവർ പലപ്പോഴും എടുത്തുള്ള നിലപാടുകൾ LDF സർക്കാരിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ്. അപ്പൊ ഈ നിലപാടുകളൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ ചോദ്യം ചെയ്തേക്കാം. പക്ഷേ രണ്ടും രണ്ട് വ്യക്തികളാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമൊക്കെ എത്രത്തോളം കോൺഗ്രസ് പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം തിരുവനന്തപുരമാണ്, തിരുവനന്തപുരത്തിന്റെ ഒരു ശൈലി നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റം എത്രത്തോളം ഈ കവടിയാറിൽ നിന്ന് ശബരിനാഥൻ മത്സരിച്ചാൽ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ കോൺഗ്രസ് നേതൃത്വമൊക്കെ പല പ്രാവശ്യം ചിന്തിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ശബരിനാഥനും ആലോചിക്കേണ്ടതാണ്. കവടിയാർ ഡിവിഷനിൽ നിന്ന് പരാജയപ്പെട്ടു പോകുന്ന ഒരു ശബരിനാഥന്റെ രാഷ്ട്രീയ അസ്തമയവും കൂടിയായിരിക്കും തിരുവനന്തപുരം കവടിയാറിൽ സംഭവിക്കുക എന്നുള്ളൊരു ധാരണ ശബരിനാഥന് ഉണ്ടാവുന്നത് നല്ലതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലീഡറിന്റെ മകനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നോക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാ ഒരു സാധ്യത കാണുന്നത്? ലീഡറിന്റെ മകനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടിയൂർക്കാവ് പ്രദേശത്തൊക്കെ വട്ടിയൂർക്കാവൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽപ്പെടുന്നതാണ്. പക്ഷേ കുറച്ചൊക്കെ സ്വാധീനം ചെലുത്താൻ വേണ്ടി സാധിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അവിടെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലൊക്കെ VK പ്രശാന്ത് ഒരുപാട് മുന്നേറി കഴിഞ്ഞു. കാരണം വളരെ ജനകീയനായിട്ടുള്ള ഒരു MLA ആയിട്ട് മാറാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പം ലീഡർ K. കരുണാകരന്റെ മകൻ എന്ന് പറയുന്ന സമയത്ത് മറ്റപ്പുറത്ത് വേറൊരു ഫാക്ട് നിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡർ K. കരുണാകരന്റെ മകളായിട്ടുള്ള പത്മജ വേണുഗോപാൽ BJPയുടെ ഭാഗമാണ്. അപ്പോൾ ലീഡർ ശ്രീ K. കരുണാകരന്റെ കൂട്ടത്തിൽ പണ്ട് വിശ്വസ്തരായിട്ട് നിന്നുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും ഇന്ന് BJPയുടെ പാളയത്തിൽ എത്തിക്കഴിഞ്ഞു. അതായത് ഈ ശ്രീമതി പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്നിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനായിട്ട് K. മുരളീധരന് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അതുകൂടാതെ തന്നെ K. മുരളീധരൻ ഈ അടുത്ത കാലത്തൊക്കെ കാണിച്ചിട്ടുള്ള ചില അതൃപ്തികൾ, ഈ അതൃപ്തികളൊക്കെ വരും തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അത് ബാധിക്കാതിരിക്കത്തില്ല. കാരണം ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും ഉണ്ടാവുന്ന, ഓരോ മിനിറ്റിലും ഉണ്ടാവുന്ന രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ
പ്രതിഫലിച്ചുകൊണ്ടായിരിക്കും തിരുവനന്തപുരത്ത് രാഷ്ട്രീയമായിട്ട് ആര് വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ കെ മുരളീധരനെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴേക്ക് കെ മുരളീധരൻ അത്ര വലിയൊരു സ്വാധീനം ഈ വീണ്ടും അവിടെ ചെലുത്താൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ചലനം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് യാതൊരു വിധത്തിലും കെ മുരളീധരൻ്റെ ഒരു പ്രസൻസ് സഹായിക്കില്ല എന്ന് തന്നെയാണ് കരുതുന്നത്.